ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 28 വരെ. ക്രിസ്തു വാസ്തവമായതിന് പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യരൊക്കെ നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു ക്രിസ്തുവിനെ നമ്മുടെ മധ്യത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം അതിന് പ്രയോജനമാകുന്ന വേദഭാഗമാണിപ്പോൾ നാം വായിച്ചു കേട്ടത്. എബ്രായ ലേഖനം എഴുതിയത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള യഹൂദ സഭയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളതായ ദൈവമക്കളെ ഉദ്ദേശിച്ചതാണ്. ഇവിടെ നാം വായിച്ചതായ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ അവിടെ 3 സത്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 3 സത്യങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യൻ കേൾക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായിട്ടുള്ള 3 സത്യങ്ങളാണിപ്പോൾ വായിച്ച് കേട്ടത്. അത് 3 പ്രത്യക്ഷതകളാണ്. നിങ്ങൾ ആ വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചെങ്കിൽ അത് 3 പ്രത്യക്ഷതകളെ കുറിച്ചുള്ളതാണ്. 3 അപ്പിയറൻസസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒന്നാമത് അതിൻ്റെ കാലക്രമം അനുസരിച്ച് ഒന്നാമതായി നാം കാണുന്നത് 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. അത് സംഭവിച്ച അതിൻ്റെ കാലക്രമം അനുസരിച്ച് ഈ ഭൂമിയിൽ അത് സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള കാലക്രമം അനുസരിച്ച് അതിന് 3ആയി നാം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് നാം കാണുന്നത് 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ പ്രത്യക്ഷത അത് ഈ ഭൂമിയിലാണ്. എവിടെയാണ് കർത്താവിൻ്റെ 1-ാമത്തെ പ്രത്യക്ഷത? അത് ഈ ഭൂമിയിലാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യ അവതാരം ചെയ്ത പരിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച ആ സംഭവമാണ് ഇവിടെ നാം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 1-ാമത്തെ പ്രത്യക്ഷത അത് ഈ ഭൂമിയിലാണ്. എവിടെയാണ്? ഈ ഭൂമിയിലാണ്. ചന്ദ്രനിൽ കാലുകുത്തിയ കേണൽ ജെയിംസ് ഇർവിൻ എന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ളത്. ചന്ദ്രനിൽ എൻ്റെ കാലുകൾ കൊണ്ട് ഞാൻ നടന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ളത് വലിയ കാര്യമാണ്. എന്നാൽ അതിലും വലിയ കാര്യമാണ് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നടന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് മാത്രം പറയാവുന്ന കാര്യമാണ് ചന്ദ്രനിൽ ഇറങ്ങിയ കാര്യം. അത് വലിയ കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, അതിലും വലിയ കാര്യമാണ് സർവശക്തനായ ദൈവം, ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച സൃഷ്ടിതാവായ ദൈവം ഈ ഭൂമിയിൽ നടന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി നാം ഇത് കണക്കാക്കുന്നുണ്ടോ? നാം ഈ ഭൂമിയിൽ നമ്മെക്കുറിച്ച് പല നല്ല കാര്യങ്ങളും മനുഷ്യൻ പറയുന്നുണ്ടായിരിക്കാം. നാം തന്നെ ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചതായ നമുക്ക് നേടിയതായ നേട്ടങ്ങളും നമുക്കുണ്ടായിരിക്കാം. നാം പഠിച്ചതും നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബ പാരമ്പര്യവും സ്വത്തുമെല്ലാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു എന്നുള്ളതാണ് എന്ന് നാം പറയുന്നുവെങ്കിൽ അത് സ്വർഗം സന്തോഷിക്കുന്ന കാര്യമാണ്. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനായി നടന്നു പിറന്നു. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ അവൻ വന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലെ 1-ാമത്തെ പ്രത്യക്ഷത കൊണ്ടാണ് നമ്മളിപ്പോൾ ആയുസ്സോടുകൂടെ ആയിരിക്കുന്നത്. നമുക്ക് നിത്യജീവന്റെ ഉറപ്പ് കിട്ടിയത്. അപ്പോൾ 1-ാമത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അത് ലോകാവസാനത്തിലാണ്. ആ വാക്യത്തിൽ നാം വായിക്കുന്നു. എപ്പോഴാണ് 1-ാമത്തെ പ്രത്യക്ഷത സംഭവിച്ചത്? അത് ലോകാവസാനത്തിലാണ്. ലോകാവസാനം എന്ന് പറയുമ്പോൾ അത് ലോകം അവസാനിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എന്നല്ല. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചക യുഗങ്ങളുടെ ഒടുവിൽ
ആ കാലം യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ ഈ അന്ത്യകാലം എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ച് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയുള്ള കാലഘട്ടമാണ് അന്ത്യകാലം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷത ഈ ഭൂമിയിലാണ്. ഒന്നാമത്തെ പ്രത്യക്ഷത അന്ത്യകാലത്താണ്. മൂന്നാമതായി ഒന്നാമത്തെ പ്രത്യക്ഷത ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് പറയുന്നു, പാപപരിഹാരം വരുത്തുവാൻ. എന്നാൽ കാലാവസാനത്തിൽ, ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യക്ഷത മനുഷ്യന് പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പാപമാണ്. പാപത്തിൻ്റെ പരിഹാരം, മോക്ഷം പ്രാപിക്കുവാനാണ് മനുഷ്യൻ ഓർമ്മ വച്ച നാൾ മുതൽ അവൻ നടക്കുന്നത്. അതിൻ്റെ പരിഹാരം വരുത്തുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം അറിയുന്ന മരണം മാത്രമല്ല. രണ്ടാമത്തെ മരണമെന്ന് വേദപുസ്തകം പറയുന്നു. മരണമെന്ന് പറയുന്നത് ഒരു കാലത്തും നാം തിരിച്ചു വരാതെ വണ്ണം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി തള്ളപ്പെടുന്ന ഒരവസ്ഥ, അതാണ് മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. മരണം അത്രമാത്രം, പാപം അത്രമാത്രം ഭയാനകമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നരകമാണ് യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി രുചി നോക്കിയത്. പ്രിയപ്പെട്ടവരെ, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ്. ശാന്തമായി നാം ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ. നാം ഇത് പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, അവിടെ എയർ ഹോസ്റ്റസ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമെല്ലാം എങ്ങനെയാണ് ഒരു അപകടം വന്നാൽ രക്ഷപ്പെടുക എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടത്, ആ വിമാനം എങ്ങനെയെങ്കിലും സമുദ്രത്തിലേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് തോന്നും എന്തിനാണിത് എന്നും പറയുന്നതെന്ന്. പക്ഷെ ഒരിക്കലും അവർ മുടക്കാറില്ല. യാത്ര ചെയ്യുന്നവർ എല്ലാവരും പല പ്രാവശ്യം വിമാനത്തിൽ കയറിയതാണെങ്കിൽ പോലും ആ സഹോദരി അവിടെ നിന്നുകൊണ്ട് ഒരു മടിയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ പറയും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരപകടമുണ്ടായാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദാസൻ, ഒരു സുവിശേഷകൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് മടുപ്പില്ല. കാരണം നമ്മുടെ മുമ്പിൽ വിമാനം പക്ഷേ 99.9% വീഴുകയില്ലായിരിക്കും. എന്നാൽ 100% സത്യമായി നമ്മുടെ മുമ്പിൽ ഒരു മരണമുണ്ട്. 100% സത്യമായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ന്യായവിധി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും ന്യായവിധിയിലേക്ക് പ്രവേശിക്കും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു അപകടമുണ്ട്, 100% അപകടമുണ്ട്. അതുകൊണ്ട് പലതവണ കേട്ടു എന്നുള്ളത് കൊണ്ട് മടുപ്പ് നമുക്ക് വരാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ, ഈ വിമാനത്തിൽ രക്ഷാ കവചങ്ങൾ, ആ ജാക്കറ്റ്, ലൈഫ് ജാക്കറ്റ് എല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ അലസമായി ഇരുന്നു കഴിഞ്ഞാൽ ഒരപകടമുണ്ടായാൽ എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ? അവൻ്റെ ജീവിതം തീർന്നുവെന്ന് തന്നെയാണ്. അതുകൊണ്ട് നാം എത്ര തവണ കേട്ടു എന്നുള്ളതല്ല, ഈ ഉറപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ് കാര്യം. എന്താണ് ആ ഉറപ്പ്? ശാന്തമായി ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അവസാനിപ്പിക്കുകയല്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത എന്നുള്ളത് കുരിശിൽ അവൻ നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി യാഗമായി തീർന്നു എന്നുള്ളതാണ്. ഈ പാപപരിഹാര ബലിയെ നാം വിശ്വസിക്കുന്നുവോ? ശാന്തമായി നാം ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ യേശുവേ, അവിടുന്ന് കുരിശിൽ മരിച്ചത്, എന്നാൽ എനിക്ക് വേണ്ടി അവൻ കുരിശിക്കപ്പെട്ടു, എൻ്റെ സ്ഥാനത്ത് അവൻ മരിച്ചു. എന്നേക്കും ദൈവം എന്നെ കൈവിടുന്നതിന് പകരമായി എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവ് കരഞ്ഞത്, ആ നരകത്തിൻ്റെ യാതന, വേദന കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിക്കുകയായിരുന്നു. എൻ്റെ യേശുവേ, ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അങ്ങനെ നാം പറയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 9:24. ക്രിസ്തു വാസ്തവമായി ഇതിന്റെ പ്രതിബിംബമായി കൈപ്പിണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം.
വളരെ സന്തോഷത്തോടുകൂടെ പറയട്ടെ, ഇത് രണ്ടാമത്തെ പ്രത്യക്ഷതയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 സത്യങ്ങൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ശരീരത്തിൽ ആത്മാവ് ജീവനോടെയുള്ള സമയത്ത്, ഓർമ്മയുള്ള സമയത്ത്, സംസാരശേഷിയുള്ള സമയത്ത്, നടന്നൊരു പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ സാധിക്കുന്ന സമയത്ത്, പാട്ടുപാടുവാൻ വായുകൾക്കും നാവിനും ശക്തിയുള്ള സമയത്ത്, മനുഷ്യൻ കേൾക്കേണ്ട, പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനാ വാചകം ഉരുവിടുവാൻ മനുഷ്യന് ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യൻ കേൾക്കേണ്ട രണ്ടാമത്തെ പ്രത്യക്ഷതയാണ്, രണ്ടാമത്തെ സത്യമാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ യേശുക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നു. ഒന്നാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ രണ്ടാമത്തെ പ്രത്യക്ഷത ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെ നടുവിലുണ്ട് എന്ന്. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. അതേസമയം തന്നെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ട. എന്നാൽ ശത്രുവായ പിശാച് ഒരു ക്രിസ്തു ഭക്തന്റെ കണ്ണിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മറച്ചു കളയുന്ന ഒരു കാര്യമാണ് ഈ രണ്ടാമത്തെ പ്രത്യക്ഷത. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ യേശുക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത അത് ഇപ്പോഴാണ്. എവിടെയാണ്? സ്വർഗത്തിലാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയിട്ടാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. നാം രക്ഷിക്കപ്പെട്ടവരാണ്, ശരിയാണ്. അപ്പോൾ പിന്നെ എന്താണ് പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറയുന്നത്? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ദൈവം നമുക്ക് മോചനം തന്നു. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ഈ ലോകത്താണ് നാം ജീവിക്കുന്നത്. ശത്രുവായ പിശാചുള്ള, ലോകമോഹങ്ങളുള്ള, ജഡത്തിൻ്റെ ഇമ്പങ്ങളുള്ള ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ തൻ്റെ രക്തം കാണിച്ചുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ഭക്തനും വേണ്ടിയിട്ട്, ഓരോ ദൈവ പൈതലിനും വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. നമുക്ക് പാടാം. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തൽസമയത്ത് നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ, ഇപ്പോൾ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ യേശുക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നു. എബ്രായ ലേഖനം 4:15 4:16 നാം വായിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ് യേശുക്രിസ്തു എന്ന് നാം വായിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ്. മാത്രമല്ല നമ്മെ സഹായിക്കാൻ കഴിയുന്നവനാണ്. ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുന്ന കർത്താവ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മച്ചി, ഒരു സഹോദരി, എൻ്റെ കുഞ്ഞിനെ പുതപ്പിക്കാൻ ഒരു കമ്പിളിയില്ല, എനിക്കത് വാങ്ങിക്കാനുള്ള പൈസയില്ല എന്ന് പറഞ്ഞാൽ, ആ ഡിസംബർ മാസം അല്ലെങ്കിൽ ആ തണുപ്പുള്ള രാത്രിയിൽ, ആ മഞ്ഞ് ഉള്ള ആ രാത്രിയിൽ പിറന്നു വീണ കർത്താവായ യേശുക്രിസ്തുവിന് അത് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് എൻ്റെ കൂട്ടായ്മക്കാരൻ എന്നെ ഒരു നാളും കൈവിടാത്ത, എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ കൂട്ടായ്മക്കാരൻ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ, മരണസമയത്ത് കുറച്ച് സ്ത്രീകൾ മാത്രം ആ കുരിശിൻ്റെ താഴെ വന്ന് നിന്ന് കർത്താവ് കണ്ടുകൊണ്ടിരുന്ന കർത്താവിന് അത് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയുകയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞത് കർത്താവിനറിയാം, കർത്താവിനത് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിയുടെയും മനസ്സിലൂടെ പോകുന്ന ഏത് വികാരങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ്. കാരണം പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ അവൻ. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടുകൂടെ കൃപാസനത്തിനടുത്ത് വരാം. ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ചാച്ചൻ്റെ വീട്ടിലേക്ക് അവധിക്കാലത്ത് പോകും. 5 ദിവസമൊക്കെ അവിടെ താമസിക്കും. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെയുണ്ട്, ആൺകുട്ടികൾ അവിടെയുണ്ട്.
ഒരു ദിവസം കുളവി കൊത്തിയിട്ട് ഇവിടെ നെല്ലിക്ക വലിപ്പത്തിൽ മുഴച്ചു വന്നു. 3-4 ദിവസമായി എൻ്റെ ആൻറ്റി, എന്നെ സ്നേഹിക്കുന്ന ആൻറ്റി വളരെ സഹതാപത്തോടുകൂടെ എന്നെ നോക്കി. പക്ഷെ ആൻറ്റിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് സഹതാപമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലോ. താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി കോതമംഗലത്ത്. അവിടെ ചെന്ന് ഡോക്ടർ ഒരു കത്രികയും കത്തിയും ബ്ലേഡും എല്ലാം എടുത്ത് അത് കീറി മുറിച്ച് ചെലവും പഴുപ്പും എല്ലാം എടുത്ത് കളഞ്ഞു. ഒരു കരുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അത് 100ഉം 50ഉം ഒക്കെ ഈ പേരെ ചെയ്യുന്നതാണ്. അദ്ദേഹം എന്നെ സഹായിച്ചു, ശരിയാണ്, പക്ഷേ ഒരു കരുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എൻ്റെ ആൻറ്റിക്ക് എന്നോട് സഹതാപം ഉണ്ടായിരുന്നു, പക്ഷേ സഹായിക്കാൻ കഴിയുകയില്ല. ഈ ഭൂമിയിലെ മനുഷ്യൻ അങ്ങനെയാണ്. എന്നാൽ അവർക്ക് ചിലപ്പോൾ സഹതാപം ഉണ്ടായിരിക്കും, സഹതപിക്കുന്നവരായിരിക്കും, പക്ഷെ സഹായിക്കാൻ കഴിയുകയില്ല. സഹായിക്കുന്നവരുണ്ടായിരിക്കും, അവർക്ക് നമ്മളോട് സഹതാപവുമില്ല. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ, അവന് സഹായിക്കാനും കഴിയും, അവന് നമ്മളോട് സഹതാപവുമുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നാം ഓർക്കണം, അവൻ പിതാവിൻ്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരിക്കുകയാണ്. സ്തേഫാനോസിനെ കല്ലെറിയുന്നതിന് മുമ്പ്, പല്ല് കടിച്ചുകൊണ്ട് കോപപരവശരായി അവർ കല്ലെറിയുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തപ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ദൈവത്തിൻ്റെ മഹത്വം അവിടെ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നതും കണ്ടു. പ്രിയപ്പെട്ടവരെ, മുകളിലേക്ക് നോക്കിയാൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹ തമ്പുരാൻ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സദാസമയവും പിതാവിൻ്റെ സന്നിധിയിൽ രക്തം കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ലവനായ കർത്താവുണ്ട്. ഇത് എബ്രായ ലേഖകൻ എഴുതുന്നത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കാണ്. യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവർക്കാണ്. യഹൂദ മതത്തിലുള്ളവർക്ക് അറിയാവുന്ന ഒരു ചടങ്ങുണ്ട്. അത് പാപപരിഹാര പെരുന്നാളാണ്. പാപപരിഹാര പെരുന്നാൾ. അവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ആദ്യം തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കും. അതിനുശേഷം ഈ മഹാപുരോഹിതൻ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കും. അതിനുശേഷം ഈ മഹാപുരോഹിതൻ ഈ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിച്ചിട്ട് ഈ രക്തവും എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ഹോളി ഓഫ് ഹോളീസ്, അവിടെ ഏറ്റവും ഇന്നർ മോസ്റ്റ് റൂം ഓഫ് ദ ടാബർനാക്കിൾ, സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും അകത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഈ രക്തവുമായിട്ട് മഹാപുരോഹിതൻ കടന്നു ചെല്ലും. പ്രിയപ്പെട്ടവരെ, അതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നത്. അടുത്ത് നമുക്ക് വായിക്കാം, 9:27-28 നമുക്ക് വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യരൊക്കെ നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ദൈവത്തിന്റെ മഹത്വം. അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത അത് ഈ ഭൂമിയിലാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപപരിഹാരത്തിനായിട്ടാണ്. അത് സംഭവിച്ചത് ലോകാവസാനത്തിൽ, കാലാവസാനത്തിലാണ്. എന്നാൽ രണ്ടാമത്തെ പ്രത്യക്ഷത അത് സ്വർഗത്തിലാണ്. അത് ഇപ്പോഴാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, ഈ ഭൂമിയിൽ നമ്മുടെ പ്രലോഭനങ്ങളിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലായിരിക്കുന്നു. മൂന്നാമത്തെ പ്രത്യക്ഷത അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, അത് എപ്പോഴാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നമുക്കറിഞ്ഞുകൂടാ, യേശു ക്രിസ്തുവും അറിയുന്നില്ല. പിതാവായ ദൈവം മാത്രം അറിയുന്ന ഒരു പ്രത്യക്ഷതയുണ്ട്. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. നാം ആദ്യം പറഞ്ഞു യഹൂദന്മാരുടെ പാപപരിഹാര പെരുന്നാൾ. പാപപരിഹാര പെരുന്നാളിൽ ഒന്നാമത് മഹാപുരോഹിതൻ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കും. രണ്ടാമതായി അതിനുശേഷം ഈ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കും. എന്നിട്ട് ആ രക്തം എടുത്തുകൊണ്ട് താൻ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലും. അവിടെ ചെന്ന് അതിനുശേഷം അദ്ദേഹം തിരികെ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന, പ്രാകാരത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തിനെ കാണുവാൻ വേണ്ടി ഈ മഹാപുരോഹിതൻ മടങ്ങി വരും. ചിലപ്പോൾ മടങ്ങി വരണമെന്നില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, കാലൊരു ചങ്ങലയുണ്ട്. കാരണം പോകുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്കാണ്. ഏതെങ്കിലും പാപം ആ മഹാപുരോഹിതന്റെ ജീവിതത്തിൽ വന്നാൽ അവിടെ മരിച്ചു വീഴും. ആർക്കും അങ്ങോട്ട് ചെല്ലാൻ സാധിക്കുകയില്ല. ചങ്ങലയൊന്ന് വലിച്ചു നോക്കും, ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജീവനുണ്ടെങ്കിൽ, വിശുദ്ധിയോടുകൂടിയാണ് ആ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ മടങ്ങി വരും. മടങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചങ്ങല കൊണ്ട് അവനെ ഇങ്ങോട്ട് വലിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മഹാപുരോഹിതൻ തനിക്കും തൻ്റെ ജനത്തിനും ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നതിന് ശേഷം തിരികെ വരും. പ്രാകാരത്തിൽ കാത്തു നിൽക്കുന്ന ആ ജനത്തിനെ കാണുവാനായി
കാത്തു വരുന്നൊരു വരവുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായി യഹൂദ മതത്തിലുള്ളവർക്ക് മനസ്സിലാകും, ആ ജനത്തിനെ കാണുവാൻ പ്രാകാരത്തിലേക്ക് തിരികെ വരുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, രണ്ടാമത് വരും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് നാം വിശ്വസിക്കുന്നുണ്ടോ? സത്യമായും വാസ്തവമായും ക്രമമനുസരിച്ച് മൂന്നാമത്തെ പ്രത്യക്ഷത എന്നുള്ളത് മധ്യാകാശത്തിലാണ്. അപ്പോസ്തലനായി പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ചിന്ത, വിശ്വാസം തൻ്റെ ജീവിതകാലത്ത് യേശു വരുമെന്നായിരുന്നു. നാം വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ശാന്തമായി നാം ചിന്തിക്കാം. ആരാണ് യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത്? നിങ്ങൾ സങ്കല്പിക്കുക, ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് ദൂരദേശത്തേക്ക് പോയിരിക്കുന്നു. 7 വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇതാ വരുമെന്ന വാർത്ത വരുന്നു. ആ കുഞ്ഞ് 5 വയസ്സുള്ളപ്പോൾ പോയതാണ്. ഇപ്പോൾ ആ കുഞ്ഞിന് 12 വയസ്സായി. കുഞ്ഞും ശരിക്ക് ഈ അപ്പനെ കണ്ടിട്ടില്ല. മൊബൈൽ ഫോണിലൂടെ എല്ലാം കാണുന്നു, കേൾക്കുന്നുവെങ്കിലും അപ്പനെ നേരിട്ട് കണ്ടിട്ടില്ല. കുഞ്ഞിനും ആഗ്രഹമുണ്ട് ഈ അപ്പനെ കാണുവാൻ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. വീട് ഹൈ റേഞ്ചിലാണെന്ന് ധരിക്കുക. ഇത് അപ്പൻ വരികയാണ്. 12 മണിക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. 12 മണിക്ക് ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതിനുശേഷം ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുന്നത് ചിലപ്പോൾ 1 മണിക്കാണെന്നിരിക്കാം, 1 മണിക്ക്. പക്ഷെ ആ വീട്ടിൽ, ഹൈ റേഞ്ചിലുള്ള വീട്ടിൽ വിളക്കണഞ്ഞിട്ടില്ല. ഇത് 1 മണി കഴിഞ്ഞു, 1:30 1:30 കാറും എടുത്തുകൊണ്ട് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു 3 മണിയാകുന്നു വീട്ടിലെത്തിയിരിക്കട്ടെ. നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ വെല്ലുന്ന വെളിച്ചമാണ് ആ വീട്ടിൽ. അവിടെ ആരും ഉറങ്ങിയിട്ടില്ല. ആ കുഞ്ഞ്, 12 വയസ്സുള്ള കുഞ്ഞിന് ഉറക്കക്ഷീണില്ല. കാരണം തൻ്റെ അപ്പനാണ് വരുന്നത്. ആ അമ്മച്ചി, സഹോദരി ഉറങ്ങിയിട്ടില്ല. തൻ്റെ ഭർത്താവാണ് വരുന്നത്. അയലോക്കത്തെ വീട്ടിൽ 9 മണിക്ക് കിടന്നു. അവർക്ക് വല്ലപ്പോഴും കണ്ടാൽ മതി. അയലോക്കാരനാ, അദ്ദേഹത്തിന് വല്ലപ്പോഴും കണ്ടാൽ മതി. എന്നാൽ ഈ വീട്ടിൽ അങ്ങനെയല്ല. എൻ്റെ പ്രാണപ്രിയൻ, ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോട് അണഞ്ഞിടുമേ. എത്രയോ കാര്യങ്ങൾ നേരെ പറയാനുണ്ട് യേശുവുമായി. അതുപോലെയുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പനില്ലാത്തവർക്ക് അപ്പനായി അനേക സഹോദരങ്ങൾ, സഹോദരിമാർ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, അവർക്ക് അപ്പനായി യേശുവുണ്ട്. ആ അപ്പനെ നേരിൽ കാണുകയാണ്. ഒരുപക്ഷെ അപ്പനോട് പോലും പറയാൻ സാധിക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ കർത്താവിനോട് നമ്മൾ പറയുന്നു. നമ്മുടെ അപ്പനെ കാണുന്ന ഒരു സമയമുണ്ട്. അപ്പനും അമ്മയും സമ്പത്തും എല്ലാം കർത്താവാണ്. യേശു ക്രിസ്തുവിനെ നേരിൽ കാണുന്ന ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. പൗലോസ് അപ്പോസ്തലന് വിചാരം ഉണ്ടായിരുന്നു, എൻ്റെ കാലയളവിലാണ് യേശു വരുന്നതെന്ന്. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇനി എന്തെങ്കിലും വരുമെന്നല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കാലയളവിൽ തന്നെ എൻ്റെ കർത്താവ് വരുമെന്ന് നാം വിശ്വസിക്കണം. കർത്താവ്, പൗലോസ് അപ്പോസ്തലൻ അതാണ് പറയുന്നത്. വേഗം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15:51. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ടാണ് പറയുന്നത്. നമുക്ക് വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യർ 15:51. ഒരു മർമ്മം നിങ്ങളോട് പറയാം, ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പൗലോസ് അപ്പോസ്തലൻ അറിയാം, നമ്മൾ എല്ലാവരും മരിക്കില്ലെന്നേ. ഈ തലയളവിൽ, ഈ തലമുറയിൽ തന്നെ യേശു ക്രിസ്തു വരും. പൗലോസ് അപ്പോസ്തലന്റെ വലിയ സ്നേഹമാണ്, വിശ്വാസമാണ്. ഈ തലമുറയിൽ യേശു വരും. അങ്ങനെ ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ തലമുറയിൽ യേശു ക്രിസ്തു വരുമെന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? വേഗം നമുക്ക് വായിക്കാം. എൻ്റെ ഒടുവിൽ 58-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു നമ്മുടെ തലമുറയിൽ വരുമെന്ന് നാം വിശ്വസിക്കണം. ഒരു മർമ്മമാണ്, രഹസ്യമാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും വേഗം സംഭവിക്കും. ഒരുപക്ഷെ യോഗം തീരുന്നതിന് മുമ്പ് സംഭവിക്കാം, ഒരുപക്ഷെ നാളെ സംഭവിക്കാം, നമുക്കറിഞ്ഞുകൂടാ. എപ്പോൾ വേണമെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വരവുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. നമ്മെ തന്നെ ഉറപ്പിക്കുന്നവരായിരിക്കണം. വചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. കേട്ടതിൽ ഉറപ്പുള്ളവരായിരിക്കണം. കുലുങ്ങാത്തവരായിരിക്കണം. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞത് കേട്ട് കുലുങ്ങുന്നവരല്ല. ഇളകാത്ത പാറയാകുന്ന കർത്താവിൽ അടിസ്ഥാനമുള്ളവരായി കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. എന്തെങ്കിലും കർത്താവിന്റെ കൃപ കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ, എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വെറുതെയല്ല, വ്യർത്ഥമല്ല, അതിന് പ്രതിഫലങ്ങളുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം കാത്തിരിക്കുന്നവരാകണം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു മഹാപാപിയാണ് കർത്താവേ. ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും നോക്കിയാലും എൻ്റെ പാപം വളരെ വലുതാണ്. എന്നാൽ എൻ്റെ രക്ഷകൻ അതിലും വലിയതാണ്. എന്നെ രക്ഷിച്ച കർത്താവേ, ഞാനിതാ വരുന്നു, എന്നെ നീ സ്വീകരിക്കണമേ. ഇപ്പോൾ നീ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി
പ്രത്യക്ഷനായിരിക്കുന്നുവെന്ന് ഞാൻ കേട്ട് കർത്താവേ, എൻ്റെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ ഞാൻ നിന്നോട് അറിയിക്കുകയാണ്. ധൈര്യത്തോടുകൂടെ ഞാൻ കൃപാസനത്തിനടുത്തേക്ക് വരികയാണ്. പിതാവേ, എന്നെ രക്ഷിക്കണമേ. എന്നെ നീ പൂർണ്ണമായി രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാഥ. വീണ്ടും യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് അത് ഏറ്റവും അടുത്തു. അത് ഈ തലമുറയിൽ തന്നെ, എൻ്റെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് യേശുവിൻ്റെ വരവിനായി ഞാൻ ഒരുങ്ങും. അനേകരെ ഞാൻ ഒരുക്കും. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമം മാത്രം മഹത്വമെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.